കുണ്ടന്നൂർ കായലിൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയ സംഭവത്തിൽ കൂട് മത്സ്യകൃഷിയിൽ നഷ്ടം സംഭവിച്ച കർഷകർക്ക് നഷ്ടപരിഹാരം നൽകുമെന്ന് മരട് നഗരസഭ. കൂട് മത്സ്യകൃഷിയിലേതുൾപ്പെടെ മത്സ്യങ്ങൾ കഴിഞ്ഞ ദിവസം ചത്തുപൊങ്ങിയിരുന്നു. മീൻ ചത്തുപൊങ്ങിയതിന്റെ കാരണം ഇതുവരെ വ്യക്തമായിട്ടില്ല. പ്രദീപ് ജോസഫ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. പ്രദീപ്, എന്തായാലും ആ കർഷകരെ സംബന്ധിച്ച് അല്പം ആശ്വാസമാണ് ഇപ്പോൾ മരട് നഗരസഭയുടെ തീരുമാനം. കഴിഞ്ഞ ശനിയാഴ്ച വൈകിട്ട് മുതലാണ് മരട് നഗരസഭാ പരിധിയിൽ ഉൾപ്പെടുന്ന കുണ്ടന്നൂർ കായലിൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയത്. കൂട് മത്സ്യകൃഷി വ്യാപകമായ പ്രദേശമാണിത്. കൂട് മത്സ്യകൃഷിയിൽ വളർത്തിയിരുന്ന മത്സ്യങ്ങളും അതല്ലാത്ത മറ്റ് കായൽ മത്സ്യങ്ങളുമൊക്കെ ചത്തുപൊന്തിയിരുന്നു. വളരെ വലിയ തോതിലല്ല, കഴിഞ്ഞ ദിവസം പെരിയാറിൽ സംഭവിച്ചതുപോലെ അല്ല എങ്കിൽ തന്നെ കരിമീൻ, കാളാഞ്ചി, തിലോപ്പിയ തുടങ്ങിയ കൂട് മത്സ്യകൃഷിയിൽ വളർത്തുന്ന മീനുകളാണ് ചത്തുപൊന്തിയത്. ഇതോടെ മത്സ്യ കർഷകർക്ക് വളരെ വലിയ നാശമാണ് ഉണ്ടായത്. ഇന്ന് ഇതിന് കാരണങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ദിവസം തന്നെ കുഫോസും മറ്റും ഫിഷറീസ് വകുപ്പും പഠനം തുടങ്ങിയിട്ടുമുണ്ട്. വിശദമായി ചർച്ച ചെയ്യുന്നതിന് വേണ്ടി മരട് നഗരസഭയുടെയും കുഫോസിന്റെയും ഫിഷറീസ് വകുപ്പിന്റെയും യോഗം ചേർന്നിരുന്നു. ഈ യോഗത്തിന് ശേഷമാണ് മത്സ്യകൃഷിയിൽ നഷ്ടം സംഭവിച്ച കർഷകർക്ക് നഷ്ടപരിഹാരം നൽകാൻ മരട് നഗരസഭ തീരുമാനിച്ചതായി നഗരസഭാ ചെയർമാൻ ആന്റണി ആശാമ്പറമ്പിൽ അറിയിച്ചിരിക്കുന്നത്. ഓരോരുത്തർക്കും എത്രമാത്രം നഷ്ടമുണ്ടായി എന്നത് പരിശോധിക്കും. സ്വാശ്രയ സംഘങ്ങൾ ഉൾപ്പെടെ കുണ്ടന്നൂർ കായലിൽ കൂട് മത്സ്യകൃഷി നടത്തിയിരുന്നു. വലിയ തുക വായ്പയെടുത്തും മറ്റുമാണ് പലരും കൃഷി നടത്തിയത്. ഇത്തരത്തിൽ മീൻ ചത്ത് നഷ്ടമായ എല്ലാ കർഷകർക്കും നഷ്ടപരിഹാരം നൽകാനാണ് നഗരസഭ തത്വത്തിൽ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെ തോത് എത്രയാണ് എന്നത് വിശദമായ പഠന റിപ്പോർട്ട് കിട്ടിയതിനു ശേഷമേ തീരുമാനിക്കൂ. അതേസമയം പെരിയാറിൽ മീൻ നഷ്ടമായ കർഷകർക്ക് നഷ്ടപരിഹാരം നൽകണമെന്നുള്ള ആവശ്യം വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നിരുന്നു. സാധ്യമായ നഷ്ടപരിഹാരം നൽകാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി പി രാജീവന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം തീരുമാനിക്കുകയും ചെയ്തിരുന്നു. ഏലൂർ നഗരസഭയുടെ കീഴിലാണ് ഈ പെരിയാറിൽ മത്സ്യക്കുരുതി നടന്നത്. ഇത്തരത്തിൽ കർഷകർക്ക് നേരിട്ട് നഷ്ടപരിഹാരം നൽകുന്നതിനെ പറ്റി അവിടെ ഒരു ആലോചനകൾ ഉണ്ടായിട്ടില്ല. എന്തായിരുന്നാലും മാതൃകാപരമായ ഒരു തീരുമാനം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. മത്സ്യ കർഷകർക്ക് നഷ്ടമുണ്ടായ മത്സ്യ കർഷകർക്ക് നഷ്ടപരിഹാരം നൽകാനാണ് മരട് നഗരസഭയുടെ തീരുമാനം. ശരി പ്രദീപ്.